നമസ്കാരം, ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അനലോഗി, റീസണിങ്ങിലെ വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് അനലോഗി. അപ്പോൾ എല്ലാവരും നമ്മുടെ ഒപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ തന്നെയാണ് അനലോഗി എന്ന് പറയുന്നത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് അനലോഗി? അനലോഗി എപ്പോഴും എന്താണ്? റിലേറ്റഡ് ആയിട്ടുള്ള ടേമുകളെ കണ്ടെത്താനാണ് അല്ലേ? അനലോഗിയിൽ തരുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള ടേമുകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റിലേറ്റഡ് എന്ന് പറയുമ്പം ഏതൊക്കെ ടൈപ്പ് അനലോഗിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം? നമുക്ക് അനലോഗിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ വരാം? വേർഡ് അനലോഗിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം, നമ്പർ അനലോഗിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം, ആൽഫബറ്റ് അനലോഗിയിലെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇതിന്റെ ഉത്തരം പറയാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. എനർജി ജൂൾ, എനർജിയുടെ ഒരു യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ജൂൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ എന്തിന്റെ യൂണിറ്റ്? പവറിന്റെ യൂണിറ്റ് എന്താണെന്നാണ് എല്ലാവർക്കും അറിയാം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. എന്താണ് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ എന്ന് ചോദിച്ചാൽ ചോദ്യവും ഉത്തരവും ഒന്ന് തന്നെയാകുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ എന്തെന്ന് പറയുന്നത്? പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു കാര്യം ഞാനൊന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കോട്ടെ. എല്ലാവരും മസ്റ്റായിട്ടും ഈ യൂണിറ്റുകളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പോകണം കേട്ടോ. യൂണിറ്റുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇത്തരത്തിൽ വരാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഉൾപ്പെടുത്തിയതും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് പോകുന്നു. ഇപ്പൊ എല്ലാ യൂണിറ്റുകളും, ഓരോന്നിന്റെയും യൂണിറ്റുകൾ നിങ്ങൾ മസ്റ്റായിട്ടും എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് ടേം ഇൻ ദ സെയിം വേ ആസ് ദ സെക്കൻഡ് ടേം ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ടേം. നമുക്ക് തന്നിരിക്കുന്നത് നോക്കൂ. എന്താ? H18J, J22L, P34R. ഇതൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് എപ്പോഴും ഈ ആൽഫബറ്റ് എന്ന് കാണുമ്പോൾ അവയുടെ പ്ലേസ് വാല്യൂസ് ആണ് ഓർത്തിരിക്കേണ്ടത്. ഈ ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്? ഇതാ ABCDE ഇങ്ങനെ പോകുന്ന ആൽഫബറ്റ്സ് അല്ലേ? ഇവയുടെ പ്ലേസ് വാല്യൂസ് എന്താ? 1 2 3 4 5 ഇങ്ങനെ എക്സെട്ര ഇങ്ങനെ പോകും. അപ്പൊ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഒരു കോഡൊക്കെ പറഞ്ഞുകൊണ്ട് ഇജോട്ടി എന്ന് പറയുന്ന കോഡ് അറിയാമെങ്കിൽ നമുക്ക് ആരെ ഓർത്തു വെക്കാം? 5 10 15 20 25 ലൊക്കേഷനിൽ വരുന്ന ആരെ ഓർത്തിരിക്കാം? പ്ലേസ് വാല്യൂസ്, ആൽഫബറ്റുകളെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇ കഴിഞ്ഞാൽ FGHIJ അങ്ങനെ പോവും, എക്സെട്ര അങ്ങനെ പോവും. ഞാനത് എഴുതി പോകുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പ്ലേസ് വാല്യൂസ് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ എച്ചിന്റെ പ്ലേസ് വാല്യൂ എന്താണ്? അപ്പോൾ എന്താ? 6 7 8 ആണ് H എന്ന് പറയുന്ന വാല്യൂന്റെ പ്ലേസ് വാല്യൂ. ജെയുടെ പ്ലേസ് വാല്യൂ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റി 10. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന വാല്യൂ അല്ലേ സെൻട്രൽ വന്നിരിക്കുന്നത്? നിങ്ങൾ നോക്കൂ, 18. അപ്പൊ നമ്മൾ അതേ ക്രൈറ്റീരിയ തന്നെ ഇവിടെ ഉപയോഗിച്ചാൽ മതി. എവിടെ ഉപയോഗിക്കണം? നമുക്ക് ഈ കിടക്കുന്നതിൽ ആരെങ്കിലും ഇത്തരത്തിൽ ഫസ്റ്റ് ലെറ്ററിന്റെയും ലാസ്റ്റ് ലെറ്ററിന്റെയും പ്ലേസ് വാല്യൂസ് ആഡ് ചെയ്ത് വരുന്നതാണോ? ഓക്കെ, ആറിന്റെ പ്ലേസ് വാല്യൂ, PQRSTU LMNO PQRSTU അങ്ങനെയാണെങ്കിൽ ആറിന്റെ പ്ലേസ് വാല്യൂ എത്ര വരും? നിങ്ങൾ പറ. ആറിന്റെ പ്ലേസ് വാല്യൂ ഇവിടെ SR എന്ത് വരും? 18 അല്ലേ? ആറിന്റെ പ്ലേസ് വാല്യൂ 18. ടിയുടെ പ്ലേസ് വാല്യൂ നമുക്കറിയാം, ഇജോട്ടി അറിയാമെങ്കിൽ 20 ആണ്. അപ്പം എത്ര? ആറിന്റെ പ്ലേസ് വാല്യൂ 18. ഓക്കെ, ആറിന്റെ പ്ലേസ് വാല്യൂ 18. അപ്പൊ ഇത് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 38. അപ്പൊ ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ റൈറ്റ് ഉത്തരം. അപ്പൊ ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം കൃത്യമായി പഠിക്കുക. ആൽഫബറ്റ് അനലോഗി ആണെങ്കിലും, ആൽഫബറ്റ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും, കോഡിംഗ് ആണെങ്കിലും, ഡീകോഡിംഗ് ആണെങ്കിലും, അവിടെ എല്ലാം ഈ 26 ലെറ്റേഴ്സും അവയുടെ പ്ലേസ് വാല്യൂസും 1 to 26 ലെറ്റേഴ്സ് ഉണ്ടല്ലോ, എ മുതൽ എവിടെ വരെ? ഇസഡ് വരെയുള്ള അവയുടെ പ്ലേസ് വാല്യൂസ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇജോട്ടി എന്നുള്ള കോഡൊക്കെ പറഞ്ഞത്. ഇജോട്ടി അറിയാമെങ്കിൽ 5 10 15 പൊസിഷനിൽ വരുന്ന ലെറ്റേഴ്സ് ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? നിങ്ങൾ നോക്കൂ. 1923 97. 1923 എന്ന് പറയുമ്പോൾ എന്തുവാ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? 19 പ്ലസ് 3 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 22, 4 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 23 കിട്ടും. തർക്കമൊന്നുമില്ല. അപ്പൊ 97 പ്ലസ് 4 അടിച്ചാൽ 101 കിട്ടും. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ 101 ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്തെടുത്തൊരു ഓപ്ഷൻ മാത്രം. എപ്പോഴും അങ്ങനെ സിമ്പിൾ ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചില സമയത്ത് ഇതേ രീതിയിൽ വളരെ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ലോജിക്കായിട്ട് തരുന്നത്. ക്ലിയർ ആയോ?
നാലാമത്തെ ക്വസ്റ്റിലേക്ക് പോകുന്നു. ഇത് നമ്പർ സീരീസിലെ അടുത്തൊരു ടൈപ്പാണ് കേട്ടോ. ഒരു ഗിവൺ സെറ്റ് നമുക്ക് തരും. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഇതാണ് 2, 6, 32 എന്ന് പറയുന്ന ഒരു ഗിവൺ സെറ്റ് നമുക്ക് തന്നിട്ട് ഈ സെറ്റ് ഒരു ലോജിക്ക് മെയിൻറ്റെയിൻ ചെയ്താണ് എഴുതിയിരിക്കുന്നത്. അതേ ലോജിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സെറ്റ് ഇവിടെ കാണും. ഇപ്പൊ 2 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് 3 into 2 സോറി 2 6 2 6 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? 2 കഴിഞ്ഞു 6 വന്നു. 6 വരുമ്പോൾ 2 into 3 6 കിട്ടി. അപ്പൊ 6 into 4 വരുന്നില്ല, 6 into 5 കിട്ടുന്നില്ല, 6 into 3 തന്നെ 32 കിട്ടുന്നില്ല. അപ്പൊ 32 വരുന്നില്ല. അപ്പൊ അതല്ല, അടുത്ത ലോജിക്ക് എന്താണെന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇവിടുത്തെ ലോജിക്ക് എന്ന് പറയുന്നത് നമുക്കൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. 2 പിന്നെ ഒരു ഓപ്ഷനാണ് ഞാൻ അടുത്ത പറയുന്നത്. 2 + 1 നമുക്ക് 3 കിട്ടി. 2ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി 3 കിട്ടി. അതേ ഇൻറ്റു 2 അടിച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 6 കിട്ടി. ഈ 6നെ കണക്ട് ചെയ്ത് 6 + 2 അടിക്കുന്നു. അപ്പൊ എത്ര കിട്ടി? എനിക്ക് 8 കിട്ടി. അതേ ഇൻറ്റു 2 അടിച്ചാൽ 16 വരത്തുള്ളൂ. 4 അടിക്കാമെങ്കിൽ 32 കിട്ടും. അപ്പൊ ഇവിടുത്തെ ലോജിക്ക് മനസ്സിലായോ? എന്താണ്? 2 + 1 ഒന്നാമത്തെ നമ്പർ പ്ലസ് ഫസ്റ്റ് നമ്പർ ആയത് ഫസ്റ്റ് നമ്പർ പ്ലസ് 1 = 3 കിട്ടി. അതേ ഇൻറ്റു 2 ചെയ്തപ്പോൾ എന്ത് കിട്ടി? സെക്കൻഡ് നമ്പർ കിട്ടി. ഇനി സെക്കൻഡ് നമ്പർ +2 8 കിട്ടി. അതേ ഇൻറ്റു 4 ചെയ്തപ്പോൾ എന്ത് കിട്ടി? 32 കിട്ടി. അപ്പൊ ഇതേ ലോജിക്ക് ഇവിടെ ആരെങ്കിലും കണക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്താണ്? 9 + 1 10 ഇൻറ്റു 2 = 20. അപ്പൊ നമുക്ക് ആരെ എടുക്കാൻ പറ്റില്ല? ഇവനെ എടുക്കാൻ പറ്റില്ല. ഇനി 4 + 1 5 ഇൻറ്റു 2 = 10. അപ്പൊ ഇവനും പറ്റില്ല. നമുക്ക് സിയിലേക്ക് പോയാൽ 8 + 1 9 ഇൻറ്റു 2 18 കിട്ടുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് 18 എടുത്തോണ്ട് 18 + 2 എത്ര കിട്ടും? നമുക്ക് 36 കിട്ടും. അതേ ഇൻറ്റു 18 + 2 20 കിട്ടും. ഓക്കെ, 20 ഇൻറ്റു 4 8 കിട്ടുന്നുണ്ട്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇവിടുത്തെ ആ ലോജിക്ക് എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ, അതായത് ഗിവൺ സെറ്റിൽ തന്നിരിക്കുന്ന ലോജിക്ക് എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതേ ലോജിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളെ ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക എന്നുള്ള ജോലി മാത്രമേ നമുക്കുള്ളൂ. നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഒരു ഗിവൺ സെറ്റ് തരും, അതേ കണ്ടീഷൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്പറിന്റെ കൂടെ ചിലപ്പോൾ എന്തെങ്കിലും ആഡ് ചെയ്യോ, ചിലപ്പം സ്ക്വയറിന്റെ പകുതി, ഇങ്ങനെ എന്ത് കണ്ടീഷൻ വേണേലും വരാം കേട്ടോ. അത് കൃത്യമായി കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. നമുക്ക് 5ാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം. എന്താണ് 5ാമത്തെ ക്വസ്റ്റ്യൻ? നോക്കിയേ. INTEX എങ്ങനെ മാറിയിരിക്കുന്നു? EINTX. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഇതിലെ സെയിം ലെറ്റേഴ്സ് തന്നെ അല്ലേ പിള്ളേരെ ഇവിടെ അറേഞ്ച്മെന്റ് എടുത്തേക്കുന്നത് അല്ലേ? INTX, EINTX. അപ്പോൾ ലെറ്ററുകളിൽ വ്യത്യാസമില്ല, അവയുടെ ഓർഡറിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. INTXലെ E ആദ്യം വന്നു, I രണ്ടാമത് വന്നു, പിന്നെ NTX വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫബറ്റിക്കൽ ഓർഡറിലല്ലേ അത് വന്നിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്മാളിനെയും അതേ രീതിയിൽ പറഞ്ഞാൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നിങ്ങളൊന്ന് പറ. A ആദ്യം വരും, തർക്കങ്ങളൊന്നുമില്ല, കാരണം ഫസ്റ്റ് ആൽഫബറ്റ് ആണ്. പിന്നെ വരുന്ന ആരാ? 2 L, പിന്നെന്ത് വരും? MS. ഇത് LMS. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണേ? അപ്പൊ ചില സമയത്ത് വവൽസിനെ അവയുടെ ഓർഡറിൽ, കൺസോണൻസിനെ അവയുടെ ഓർഡറിൽ ഒക്കെ കൃത്യമായി അറേഞ്ച് ചെയ്യുന്ന ടൈപ്പുകളുണ്ട്. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തോണം. നമ്മുടെ മുൻ ക്ലാസ്സസ് കണ്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം പ്രയോജനം ചെയ്യും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? സെലക്ട് ദ ഓപ്ഷൻ ഇൻ വിച്ച് ദ നമ്പർ ഷെയർ ദ സെയിം റിലേഷൻഷിപ്പ് ആസ് ദാറ്റ് ഷെയർഡ് ബൈ ദ ഗിവൺ നമ്പർ പെയർ. എന്താണ്? നിങ്ങൾ നോക്കൂ. 23 120 മാറിയിരിക്കും. എങ്ങനെയാണ് 23 120? 23 × 5 എത്ര വരും? 15 115 പ്ലസ് 5 എടുത്തപ്പോൾ എനിക്ക് 120 കിട്ടി. ആണേ 23യുടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ. അപ്പൊ ഇതേ കണ്ടീഷൻ കീപ്പ് ചെയ്യുന്ന ആരെങ്കിലും, ഇവിടുത്തെ സെക്കൻഡ് പെയർ ആരാണെന്നാണ്, സെക്കൻഡ് പെയർ മൊത്തത്തിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇതേ കണ്ടീഷൻ കീപ്പ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കുക.
45 ഇൻറ്റു 5 എന്താ വരുന്നത് 225. അതേ പ്ലസ് 5 എനിക്ക് എന്ത് കിട്ടും 230 കിട്ടും. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ, അതായത് ഇതിനകത്തൊരു കണ്ടീഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്, അതേ ലോജിക്ക് കീപ്പ് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെ ആരാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണെന്ന് പറയാൻ പറ്റും. കാരണം 45 ഇൻറ്റു 5 225 പ്ലസ് 5 ഈസ് 230 എന്ന് ഉത്തരം കിട്ടി. ബാക്കിയൊന്നും ആ ഒരു കണ്ടീഷൻ കീപ്പ് ചെയ്യുന്നതല്ല. അപ്പൊ ഇത്തരത്തിൽ ഒരു സെറ്റ് മൊത്തത്തിൽ കണ്ടുപിടിക്കാനും അനലോഗിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് വേർഡ്. ഇത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലാണ്. ഇത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഇംഗ്ലീഷ് വൊക്കാബുലറി ഒക്കെ നിങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ പഠിക്കും. അപ്പൊ ഗ്രാജുവലിന്റെ അബ്രപ്റ്റ് എന്താണ് തന്നിരിക്കുന്നത്? ഇതിന്റെ അനോണിമ എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പറയാൻ പറ്റുന്ന ഫാക്ച്വലിന്റെ ആന്റോണിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആക്ച്വൽ അല്ല, ഫിക്ഷണൽ ഉണ്ട്. സോ ഫിക്ഷണൽ ഈസ് ദ ആന്റോണിം ഓഫ് എന്ത്? ഫാക്ച്വൽ. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അത്യാവശ്യം വൊക്കാബുലറി അറിയാവുന്നവർക്ക്, അത്യാവശ്യം ആന്റോണിമും സിനോണിംസും ഒക്കെ പഠിക്കുന്നവർക്ക് ഇത് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയും, വേർഡ് അനലോഗി ആണെങ്കിലും വേർഡ് ക്ലാസിഫിക്കേഷനും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ അത്യാവശ്യം വൊക്കാബുലറി വേണം. അതിന് ന്യൂസ് പേപ്പർ നിങ്ങൾ എപ്പോഴും വായിക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യും, നമുക്ക് കുറെ കൂടെ ഒക്കെ ലാംഗ്വേജ് സ്കിൽ ഉണ്ടാവും. അപ്പം മസ്റ്റായിട്ടും എല്ലാവരും അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഒരു കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആൾ മസ്റ്റായിട്ടും ആ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? നിങ്ങൾ നോക്കൂ, സെലക്ട് ദ ഓപ്ഷൻ ഇൻ വിച്ച് ദ നമ്പേഴ്സ് ആർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ആർ ദി നമ്പേഴ്സ് ഇൻ ദ ഗിവൺ സെറ്റ്. ഇവിടെയും എന്താ, ഒരു ഗിവൺ സെറ്റിങ് തന്നേക്കുക കേട്ടോ. എന്നിട്ട് നമ്മളോട് ഈ സെറ്റിന്റെ കണ്ടീഷൻ, അപ്പൊ ഞാൻ നോക്കിയപ്പോഴേ എനിക്ക് കാണാൻ പറ്റിയത് ഫസ്റ്റ് നമ്പർ 36, 10, 16. ഫസ്റ്റും സെക്കൻഡിനും ഉള്ള പ്രത്യേകത ഞാനൊന്ന് പറയട്ടെ. ഇത് രണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകളല്ലേ പിള്ളേരെ? ആരുടെയൊക്കെ? ഇത് 6ന്റെയും ഇത് 4ന്റെയും. ഇവന്മാരെ കൂട്ടിയപ്പോൾ കിട്ടിയ നമ്പർ അല്ലേ ഈ കിടക്കുന്നത്? ശരിയാണോ? അപ്പൊ അതേ രീതിയിൽ ഇവിടെ എവിടെയെങ്കിലും രണ്ട് പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാലും മതി. നമുക്ക് 81, 4, ബാക്കി ഒന്നിനും പെർഫെക്റ്റ് സ്ക്വയർ ഇവിടെ കിടപ്പില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 81. കാരണം 9 + 2 നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 11 കിട്ടുന്നുണ്ട്. സോ ഇറ്റ്സ് ക്ലിയർ നമുക്ക്. അപ്പൊ ആദ്യത്തെ ഒരു ഗിവൺ സെറ്റ് തന്നപ്പോൾ തന്ന ക്വസ്റ്റ്യൻ പോലെ അത്രയും ഡിഫിക്കൽട്ട് അല്ല. നമ്മൾ ആ തന്നിരിക്കുന്ന സെറ്റിനെ നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്തപ്പോൾ ഫസ്റ്റിന്റെയും തേർഡിന്റെയും സ്ക്വയർ റൂട്ട് എടുത്തിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നടുക്ക് കിടക്കുന്ന വാല്യൂ കിട്ടുന്നുണ്ട്. അതേ ലോജിക്കിലുള്ള ഗിവൺ സെറ്റിനകത്തുണ്ടോ എന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഞാൻ ഒരു കാര്യം എടുത്തു പറയാം, അനലോഗി ക്ലാസിഫിക്കേഷൻ ഒക്കെ പ്രാക്ടീസ് ആണ്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതിൽ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒപ്പം പറയുമ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തോളുക. ഇതുപോലെ നിരവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എക്സാമിന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെന്താണ് ഇതിന്റെ ആൻസർ എന്ന്. അപ്പൊ എല്ലാവരും മസ്റ്റായിട്ടും പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ CHSL വരുന്ന അനലോഗി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഫുൾ മാർക്കും, നല്ല മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, 3-4 മാർക്കിന്റെ വരെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പം എല്ലാവരും നന്നായി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.